വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിൻ്റെ ഉറവ പൊട്ടി ഒഴുകും. പിന്നെ അത് നിലയ്ക്കില്ല, നിലയ്ക്കാത്ത ഉറവയായിരിക്കും അത്. അതാണ് യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്ന് തന്നെയാണ്. അങ്ങനെ ഒരു ഉറവ നമ്മുടെ ഉള്ളിൽ ജ്ഞാനസ്നാനത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ പ്രവർത്തനം എന്താണ്? ജ്ഞാനം കൊണ്ട് നമ്മളെ നിറയ്ക്കുക എന്നുള്ളതാണ്. ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും. അപ്പോൾ ഈ ജ്ഞാനം നമ്മളിൽ അങ്ങ് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ബുദ്ധിയെ പ്രകാശിക്കും. അതാണ് നമുക്ക് ബുദ്ധിയെ പ്രകാശിപ്പിക്കണമെന്നൊക്കെ. സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകൻ. കണ്ടോ, വിസ്മയനീയനായ പരിപാലകൻ എന്ന് പറഞ്ഞാൽ ഭൗതിക തലത്തിൽ ഒട്ടുമല്ല നമുക്കുള്ള ഒരു പ്രശ്നം. ഈശോ എന്തിനെക്കുറിച്ച് ചിന്തിക്കണ്ടെന്ന് പറഞ്ഞോ അതാണ് നമ്മളെല്ലാവരുടെയും ചിന്ത. എന്നോട് ക്ഷമിക്കണേ. ഈശോ പറഞ്ഞു, നിങ്ങൾ എന്ത് ഭക്ഷിക്കും എന്നതിനെക്കുറിച്ചോ എന്ത് ധരിക്കും എന്നതിനെക്കുറിച്ചോ എവിടെ താമസിക്കും എന്നതിനെക്കുറിച്ചോ ഒന്നും നിങ്ങൾ ആകുലപ്പെടേണ്ട. അതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് അറിയാം. പിന്നെ നിങ്ങൾ എന്ത് ചിന്തിക്കണം? ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും എന്താണെന്ന് നിങ്ങൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ദാഹിക്കുക, അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുക. ഇത് ഒന്ന് കൈവീശി കാണിച്ച്. വൈകുന്നേരം ഭക്ഷണം വെക്കേണ്ട സമയമായിട്ടോ, അടുക്കള തുറക്ക് വേഗം പോയിട്ട് ഇരുന്ന് ഉറങ്ങല്ലേ. അടുക്കളയിലേക്ക് കയറേണ്ട സമയമായില്ല. അത്താഴം ഉണ്ടാക്കേണ്ട സമയമായോ? പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് സുഖമായിട്ട് ഇന്നെല്ലാം ആരോ വെച്ച് തരണം കഴിക്കണം. 6 ദിവസം സുഖമായി. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ആ സന്തോഷത്തെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നുണ്ട്, ഇല്ലേ അമ്മച്ചി? 6 ദിവസം നിങ്ങൾ അടുക്കളയിൽ കയറണ്ട. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ധ്യാനം കൂടാൻ പോകുന്നു. എന്തിനാണ്? ഈ അടുക്കള വിട്. കുറച്ച് ദിവസം നിങ്ങൾക്ക് എന്താ ചേട്ടന്മാർ ഒന്ന് അനുവദിക്കുകയോ ഇല്ലയോ? വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോടൊന്ന് പറയും, നീ ഈ ഒരു 6 ദിവസം പോയി ധ്യാനം കൂട്ടുന്നു. എന്തിനാ? വേറെ ഒന്നിനല്ല, ഈ അടുക്കളയിൽ നിന്ന് മാറി നിനക്കൊരു വേറൊരു സൗകര്യം തരാൻ വേണ്ടിയാണ്. എനിക്ക് ഇത് വളരെ ഞാനിത് തമാശയായിട്ട് പറയണതല്ല. ഇപ്പം എനിക്ക് ഒക്കെ എന്തോരം സ്ഥലങ്ങളിൽ പോകാൻ അവസരമുണ്ട്, പല സ്ഥലങ്ങളിലും പോകാം. എനിക്ക് അടുക്കള എന്ന് പറഞ്ഞത് എന്നെ കയറ്റാറുമില്ല ആരും. പക്ഷേ ഇതേമാതിരിയാണോ നമ്മുടെ അമ്മമാർക്കെല്ലാം? അവരുടെ ജീവിതത്തിൻ്റെ ആയുസ്സിലെ ഏറ്റവും കൂടുതൽ സമയം എവിടെയാണ്? അവർ ഈ അടുക്കളയിലാണ്. നമ്മളുടെ പ്രാർത്ഥനാ ഭവനത്തിലൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾക്ക് അടുക്കളയില്ല. ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൻ്റെ പുറകുവശത്താണ്. അതുകൊണ്ട് അവിടുത്തെ കഞ്ഞിവെള്ളമാണ് ഞങ്ങളുടെ പ്രധാന ഭക്ഷണം. കഞ്ഞിവെള്ളം ഏതായാലും കളയണതാണ്. ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനക്കാരാണ്. കഞ്ഞിവെള്ളം സുലഭമായിട്ട് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരിത്തിരി ചമ്മന്തിയും കൂടി ആയാൽ ഒരു നേരം അങ്ങ് പോയി. ഗുണം എന്താണെന്നറിയാമോ? അവിടെ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ ഇരിക്കാൻ തുടങ്ങുമ്പോഴേക്കും അയ്യോ ഉച്ചക്കലത്തേക്ക് ഉണ്ടാക്കണ്ടേ. അപ്പോൾ 2-3 പേര് അങ്ങോട്ട് പോയപ്പോൾ ബാക്കിയുള്ളവർ പറയും ഞങ്ങളും കൂടി പോയിട്ട് അങ്ങ് ഒന്നിച്ച് വേഗം ഉണ്ടാക്കുക. അതോടുകൂടി പ്രാർത്ഥന കഴിഞ്ഞു. ഉച്ചക്കലത്തെ പണി കഴിഞ്ഞ് വൈകുന്നേരം ഉണ്ടാക്കുമ്പോഴേക്കും അതിന് പ്രാർത്ഥനയില്ല. ഇപ്പോഴല്ലേ മനസ്സിലായത് ഈ പുവർ ക്ലേഴ്സ് എന്ന് മലയാളത്തിൽ എന്താ പറയുക? പുവർ ക്ലേഴ്സ് എന്ന് തന്നെ പറയാം അല്ലേ? അവർക്ക് 2 നേരമേ ഭക്ഷണമുള്ളൂ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളുടെ ആ തത്വം ഞങ്ങൾ സ്വീകരിച്ചു. ഉച്ചയ്ക്ക് ഭക്ഷണമില്ല, ഒരു ദിവസവുമില്ല. പണ്ട് ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പം ഇത്തിരി ഷുഗറും പ്രഷറും ഒക്കെ ആയതോടുകൂടി പറ്റുന്നില്ല. മറ്റ് ഉച്ചഭക്ഷണമില്ല. അതിൻ്റെ പ്രധാന ഗുണം എന്താ? ഭക്ഷണം ഉണ്ടാക്കണ്ട, പാത്രം കഴുകണ്ട. അത്രയും സമയം നമുക്ക് ബാധിക്കാം. രാവിലെ ഇത്തിരി നന്നായിട്ട് കഞ്ഞി കുടിക്കുക, പിന്നെ വൈകുന്നേരം മാത്രം ഭക്ഷണം കഴിച്ചാൽ മതി. അപ്പോൾ ഇത്രയും സമയം മുഴുവനും നമുക്ക് പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ അധികം സമയവും
ഭക്ഷണം ഉണ്ടാക്കാനും അതിനാവശ്യമുള്ള സംവിധാനങ്ങൾ ഒരുക്കാനും ഷോപ്പിങ്ങിനും, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ലീനിങ്ങും, അങ്ങനെ 3 നേരത്തെ സമയം കഴിഞ്ഞു. പിന്നെ പ്രാർത്ഥിക്കുന്നത് എവിടെയാണ്? ഇപ്പം എല്ലായിടത്തും അങ്ങനെ. നമ്മൾ യൂറോപ്പിലൊക്കെ ഉള്ള ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാനം നമ്മൾ നടത്തുന്നിടത്തൊക്കെ ഞങ്ങൾ ഇതങ്ങ് ശീലിപ്പിച്ചു. പിന്നെ ഇത്തിരി പ്രായമുള്ളവർക്കൊക്കെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ബ്രെഡും ജാമൊക്കെ എടുത്ത് കഴിച്ചോട്ടെ. നമ്മൾ ഈ ഭക്ഷണത്തിൽ പറഞ്ഞു വന്നത്, കർത്താവ് എന്തിനെക്കുറിച്ച് ചിന്തിക്കണ്ട എന്ന് പറഞ്ഞോ. അതാണ്. ഞാനൊരിക്കൽ അമേരിക്കയിൽ ചെന്നപ്പോൾ അവിടെയൊക്കെ വലിയ മാൾ എന്നല്ലേ പറയണേ, മാൾ. ഇപ്പോൾ ഇവിടെയും മാളുകളായി. അപ്പോൾ ഈ വാൾമാർട്ട് അങ്ങനെയൊക്കെയുള്ള മാളിൽ നമ്മൾ ആരുടെയും കൂടെ പോയതാണ്. നമുക്ക് അവിടെ ഒരു കാര്യമൊന്നുമില്ല, എന്നാലും പോയപ്പോൾ അത്ര മാള് എനിക്കൊന്നും കാണേണ്ട ആവശ്യമില്ല, നമുക്കൊന്നും കാണേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ദൂരദേശത്തെല്ലാം പോകുന്നുണ്ടെങ്കിൽ ആൾക്കാർ ബ്രദറിന് ഇവിടെയൊക്കെ കറങ്ങാമല്ലോ. ഒരു കറങ്ങലുമില്ല. ഞാനൊന്നും കാണാൻ തോന്നാറില്ല. ജർമ്മനി ആയാലും സ്വിറ്റ്സർലൻഡ് ആയാലും ഒന്നും അവിടെ കാണാൻ പോയിട്ടില്ല. കാണാൻ ആഗ്രഹമില്ല, തോന്നണില്ല. എന്തുകൊണ്ടാണ്? കണ്ണ് കാണാത്തതും കാത് കേൾക്കാത്തതും മനുഷ്യ മനസ്സ് നിരൂപിക്കുക പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് കർത്താവ് നമ്മുടെ ഉള്ളിൽ തന്നേക്കണത്. സത്യം, എനിക്കൊന്നും കാണാൻ തോന്നാനില്ല. അങ്ങനെ ഈ മാളിൽ ഒരാളുടെ കൂടെ പോയപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ ഒരു കാർട്ട് അതിൻ്റെ വണ്ടി ഉണ്ടല്ലോ, സാധനങ്ങൾ, അതിനകത്ത് കുറേ ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ മേടിച്ച് കൂട്ടിയിട്ട് ഇയാളെ കാണാൻ പറ്റണില്ല, അതുപോലെ കൂടിയിരിക്കുകയാണ്. പെട്ടെന്ന് എനിക്ക് നെഞ്ചിലൊരു വേദന വന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഡോക്ടറെ അടുത്തൊക്കെ പോയി ചെക്ക് ചെയ്യാനാണ്. എൻ്റെ ഹാർട്ട് ലിവറൊക്കെ ഓൾറൈറ്റാണ്, ഒരു കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് നെഞ്ചുവേദന വന്നിട്ട് ഞാൻ ചോദിച്ചത്, എൻ്റെ കർത്താവേ, കണ്ടോ, നീ കാണുന്നുണ്ടോ? ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ. എന്ത് ഞാൻ ആഗ്രഹിക്കണ്ട, നിങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കണ്ട എന്ന് പറഞ്ഞോ, അതുമാത്രം അവർ ചെയ്യണുള്ളൂ. എന്നാൽ ഈ മാളിൻ്റെ അകത്ത് ഒരു ബൈബിളിൻ്റെ കഷ്ണം ഉണ്ടാവുമോ? ഒരു വചനത്തിൻ്റെ മുറി അവിടെ എവിടെയെങ്കിലും കിട്ടുമോ? ഞാൻ അവിടെ ഇരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തി, കർത്താവേ കരുണയായിരിക്കണേ, ലോകം മുഴുവനും അങ്ങനെ ഒരു ജ്ഞാനത്തിൻ്റെ പരക്കം പാച്ചിലാണ്. എന്ത് വേണ്ട എന്ന് പറഞ്ഞോ അതിൻ്റെ പുറകെ ഭക്ഷണത്തിൻ്റെ ആയാലും വസ്ത്രത്തിൻ്റെ ആയാലും ഓക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ നേരം ലോകം മുഴുവനും വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കാൻ എന്നെ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആശ്വാസമായി, നെഞ്ചുവേദന മാറി കേട്ടോ. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു വഴികളാണ് പറയണത്. ഇപ്പോൾ മനസ്സിലായോ? എന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പള്ളിയിലാണോ കൊണ്ടുപോയത്? അല്ല, ആ സ്പോട്ടിൽ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ചില നേരത്ത്. എനിവേ, അങ്ങനെ തന്നെ വേണമെന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ ക്രിസ്തു ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടം എന്നും, ആ ഉറവിടത്തിൽ ക്രിസ്തു നമുക്ക് തരുന്ന ജീവിത ക്രമീകരണത്തിൻ്റെ ആദ്യഘട്ടം എന്താണ്? ജ്ഞാനം. മുന്നോട്ട് പോണില്ല. ഒന്ന് സ്തുതിച്ചേ, പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണേ, ദൈവിക ജ്ഞാനം നൽകണേ, ദൈവിക ജ്ഞാനം നൽകണേ. ഇതാ വചനം വരുന്നു. ഈ 1:30 തൊട്ട് മുമ്പായിട്ട് 1:24 പറഞ്ഞേക്കണം. നോക്കിയേ, വിളിക്കപ്പെട്ടവർക്ക്. ഒരു മിനിറ്റ്, അവർ എടുക്കട്ടെ. സിസ്റ്ററിന് ഭയങ്കര ആവേശമാണ്. ആദ്യമായിട്ടാണ് മലയാളത്തിൽ ഇങ്ങനെ ധ്യാനത്തിനൊക്കെ സഹായിക്കുന്നത്. 10-15 വർഷമായിട്ട് ഇറ്റലിയിൽ പോയ ആൾ മലയാളം കുർബാന ഇന്ന് ആദ്യമായിട്ടാണ് ഇതുപോലെ കൂടിയത്. എന്നിട്ട് വല്ല തെറ്റുണ്ടായോ? ഇല്ലേ? ഈ മലയാളം ബൈബിളൊക്കെ ഇങ്ങനെ വായിക്കണത്. പ്രൈസ് ദ ലോർഡ്. ചികിത്സയ്ക്ക് വന്നതാണ്. ഇങ്ങനെയാണ് ഓരോരുത്തർക്ക് രോഗം കൊടുക്കണ കർത്താവ്. നാട്ടിൽ വന്ന് ഇങ്ങനെയുള്ള പല ശുശ്രൂഷകളൊക്കെ നടത്താൻ സഹായിക്കുമ്പോൾ ചിലപ്പോൾ രോഗം മാറുമായിരിക്കും. എൻ്റെ പ്രാർത്ഥന തൽക്കാലം രോഗം മാറണ്ടെന്നാണ്. അങ്ങനെ പ്രാർത്ഥിക്കണ്ട അല്ലേ? വേണ്ട, കർത്താവിൻ്റെ ഹിതമാതിരി വരട്ടെ, അങ്ങനെ പ്രാർത്ഥിക്കണ്ട. എങ്കിലും സിസ്റ്റർ നമ്മുടെ കൂടെ കുറച്ച് നാൾ നിന്ന് സഹായിക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. സിസ്റ്റർ ഈ ധ്യാനങ്ങളെല്ലാം ഇതുപോലെ കാണാപ്പാടം പഠിച്ചത് യൂട്യൂബിലൂടെ അവിടെ ഇരുന്നത് മുഴുവനും കേട്ടിട്ടാണ്. 2 വർഷത്തെ കഴിഞ്ഞ് 2 വർഷം ആയിട്ട് സകല ധ്യാനങ്ങളും കേട്ട് ഈ വചനമെല്ലാം ബൈഹാർട്ടും
പാട്ടും സങ്കീർത്തനമൊക്കെ യൂട്യൂബിലൂടെ കേട്ട് പഠിച്ചതാണ്. ഇപ്പോൾ ഈ നമ്മൾ ഈ റെക്കോർഡ് ചെയ്യണതൊക്കെ 2 ദിവസം കഴിയുമ്പോൾ യൂട്യൂബിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്ന് കാണാം, കേൾക്കാം. നിങ്ങളുടെ സാക്ഷ്യങ്ങളും എല്ലാം കേൾക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ സാക്ഷ്യം കേൾക്കണ്ടെന്ന് പറയണമെന്നുള്ളവർ പറഞ്ഞാൽ അത് അവിടെ നിന്ന് മാറ്റുകയും ചെയ്യാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മുടെ സാക്ഷ്യം എനിക്ക് പറയാനുണ്ട്, അത് യൂട്യൂബിൽ ഇടണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് ഇടില്ല. ഓക്കെ. എന്നാൽ നമ്മുടെ ഉദ്ദേശം ഇതെല്ലാം ജനം കേൾക്കണം, അങ്ങനെ അവർ പ്രബുദ്ധരാകണം എന്നുള്ളതാണ്. അപ്പോൾ 1:24 എല്ലാവരും വായിച്ചു. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. എല്ലാവരും ഒന്ന് മുദ്രാവാക്യം വിളിക്കുന്ന പോലെ ഒരു കരം ഉയർത്തി, ശബ്ദമുയർത്തി ഒന്ന് ഏറ്റു പറയുമ്പോൾ ആ ജ്ഞാനത്തിന് വേണ്ടി ഒന്ന് ദാഹിച്ചുകൊണ്ടെന്ന് പറഞ്ഞ് വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. ദൈവത്തിൻ്റെ ജ്ഞാനം ഇതെല്ലാം വായിക്കുമ്പോൾ ഉടനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തരണേ ഇനി വരും എന്നല്ല, ഈ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ? എൻ്റെ ആത്മാവങ്ങയോടൊട്ടി ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത്തു കൈ എന്നെ താങ്ങി നിർത്തുന്നു. അപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ ജ്ഞാനം തന്നെയായ ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. അടുത്ത വചനം കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 3-ാമത്തെ വചനവും പറയുന്നത് ഇതാണ്: ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞേ, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി. കണ്ടോ, നിധി, treasures of wisdom and knowledge is hidden in him. ഒന്നെല്ലാവരും ഉച്ചത്തിലേറ്റ് പറഞ്ഞേ, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. അപ്പൊ ഈ ഒളിച്ചു വെച്ചിരിക്കുന്നത് എന്താ? അതാണ് പ്രത്യേകമായിട്ടുള്ളതൊക്കെ ഒളിച്ചു വെച്ചിരിക്കുക. അതിങ്ങനെ പുറത്ത് കിടക്കുകയാണെങ്കിൽ വല്ലവർക്കും വല്ല വില ഉണ്ടാവോ? ഒളിച്ചു വച്ചിരിക്കുകയാണ്. യുഗങ്ങൾക്ക് മുൻപേ മുതൽ അത് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെയും, ഒന്നുകൂടി പറഞ്ഞ്, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത്. ആരാണവൻ? യേശു. ആ യേശു ആ നിധിയുമായിട്ട് ഇപ്പം എവിടെ വന്നിരിക്കുന്നു? നമ്മുടെ ഉള്ളിലിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു നിധി ഒളിച്ചു വച്ചിട്ടുണ്ട്. അന്വേഷിപ്പിൻ, കണ്ടെത്തും. മുട്ടുവിൻ, തുറക്കപ്പെടും. ചോദിപ്പിൻ, തരം. അപ്പം ചോദിപ്പിൻ. എന്തിനാ ചോദിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ രാവിലെ പറഞ്ഞു, ഈ ജ്ഞാനത്തിൻ്റെ ഒരു കാര്യം മാത്രം ചോദിക്കാതെ തന്നതുകൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണില്ല, എനിക്കിതൊക്കെ അറിയാം, ഇപ്പം എന്നെ വലിയ കാര്യത്തിൽ പഠിപ്പിക്കൊന്നും പറ്റും, ഞാനിതൊക്കെ അറിയാവുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ജ്ഞാനത്തിന് നമ്മളിലേക്ക് വരാൻ പറ്റുമോ? നമ്മൾ ജ്ഞാനത്തിനെ മുടക്കുകയാണ്. എനിക്കെല്ലാം അറിയാമെന്നേ. അങ്ങനത്തെ ഒരവസ്ഥാവിശേഷമായിരുന്നു ഇസ്രായേലിൽ ഒരുപാട് ആളുകൾക്കുണ്ടായിരുന്നത്. ഫരിസേയരും നിയമജ്ഞരും ഞങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങളൊന്നും പഠിപ്പിക്കണ്ട എന്ന ഒരവസ്ഥാവിശേഷമായിരുന്നു. അതുകൊണ്ടാണ് ഈശോ അവരോടാണ് പറഞ്ഞത്, സോളമനേക്കാൾ. സോളമൻ്റെ ആൾക്കാരാണ് ഫരിസേയരും നിയമജ്ഞരൊക്കെ ഇല്ലേ, അവരുടെ തലമുറയിൽ നിന്നുള്ളവരാണ്. ഞങ്ങളുടെ സോളമൻ രാജാവിൻ്റെ തലമുറയിലുള്ള ആൾക്കാരാണ് ഞങ്ങളെന്നുള്ള, ദാവീദിൻ്റെ ആൾക്കാരാണെന്നുള്ള ഒരു ഗമയിലാണ് അവർ നടക്കണേ. എന്നാൽ അത് കൂളായിട്ട് പറയാണ്, സോളമനേക്കാൾ വലിയവൻ ഇതാ ഇവിടെ. പക്ഷേ ആർക്കും അറിഞ്ഞൂടാ. നമ്മൾ ഈ വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ
കുപ്പർട്ടീനോ എന്ന് പറഞ്ഞൊരു വിശുദ്ധനെ കേട്ടിട്ടുണ്ടോ? കുപ്പർട്ടീനോ. പറക്കുന്ന വിശുദ്ധൻ. ഇപ്പോൾ അവർ വലിയ ആൾക്കാരാണ്. പക്ഷെ ഇവരൊക്കെ ആരായിരുന്നു? അപ്പോൾ ഈ കുപ്പർട്ടീനോനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ അധികം പറഞ്ഞാൽ നമ്മുടെ സമയം പോകും. ഇദ്ദേഹത്തിനെ ആർക്കും വേണ്ടായിരുന്നു. ഒരു മരമണ്ടൻ. അമ്മ തന്നെ അമ്മയുടെ ആങ്ങളോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും അമ്മയുടെ ആങ്ങളെ കൊവേന്തയിൽ പ്രിയോരാണ്, ആ കൊവേന്തയിൽ കൊണ്ടുപോയിട്ട് വല്ല തൊഴുത്തിലും വല്ല പണിയെങ്കിലും കൊടുത്ത് ഇങ്ങനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങനെ കെട്ടിയേൽപ്പിച്ച്. അപ്പോൾ അമ്മയുടെ ആങ്ങളെയൊക്കെ പെങ്ങന്മാർക്ക് വേണ്ടി സഹായിക്കാൻ അങ്ങനെ അവിടെ കൊണ്ടുവന്നിട്ട് കൊവേന്തയിൽ തൊഴുത്തിൽ ചാണകം വാരാനും പുല്ലും വൈക്കോലൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ബാക്കിയുള്ള അച്ഛന്മാർക്കും സമാധാനമായി, ഒരാൾ അതിനു വേണ്ടി ഉണ്ടല്ലോ, എന്തെങ്കിലും ആവട്ടെ, അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഉള്ള ഒരാൾ, ആർക്കും വേണ്ടാത്ത ഒരാൾ, ഒരു മരമണ്ടൻ, ഒന്നും അറിയാത്ത ഒരാൾ, അയാളാണ് കർത്താവ് ഇത്രയും വലിയ വിശുദ്ധനാക്കിയത്. അപ്പം ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു സ്റ്റൈലാണിത്. ഇതല്ലേ കർത്താവ് ഈശോമിശിഹാ അപ്പസ്തോലന്മാരായിട്ട് തിരഞ്ഞെടുത്തവർ വല്ല ഇൻ്റർവ്യൂ പാസ്സായവരാണോ? അവരെ വല്ലതും അറിവിൻ്റെ അടിസ്ഥാനത്തിലാണോ അവരെടുത്തത്? ഒന്നുമല്ല. കരുണയുടെ വർഷമായിട്ട് പരിശുദ്ധ പിതാവ് എല്ലാവരും ഒരുപാട് പറഞ്ഞൊരു കാര്യമാണ്. മത്തായിയുടെ വീട്ടിലേക്ക് ഈശോ ചെന്നു. മത്തായിക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടാണ് അയാളുടെ വീട്ടിൽ പോലും കയറാതെ, അവൻ വലിയ പാപിയാണ്, ചുങ്കക്കാരനാണ്, അവൻ്റെ വീട്ടിൽ പോലും കയറരുതെന്ന് ഫരിസേയരും നിയമജ്ഞരും തിരസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു സ്കാൻഡൽ ആയിട്ട് ഈശോ അവൻ്റെ വീട്ടിലേക്ക് അങ്ങ് ചെല്ലുക. എനിക്കിന്ന് നിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കണം. പരിശുദ്ധ പിതാവ് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നു. എനിക്കിന്ന് നിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ തൻ്റെ ഊണുമേശയ്ക്ക് ചുറ്റും അവരെ ഇരുത്തി എന്നത് ഇന്ന് വിശുദ്ധ കുർബാനയിൽ ഈശോ നമ്മൾ പാപികളായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ ഇരിക്കുന്നതിന് തുല്യമായെന്നാണ് അതിനെ വിവരിച്ചിരിക്കുന്നത്. ഈശോ അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു. മറ്റുള്ളവർ ബഹളം ഉണ്ടാക്കണം. പക്ഷേ ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് പാപികളെ തേടിയാണ്. ഇപ്പോൾ ദൈവനീതിയിലേക്ക് പോവാണ്. ദൈവമേ, ജ്ഞാനെന്ത് പോയി? ജ്ഞാനത്തിനെ കുറിച്ച് ഇത് ദൈവനീതിയിലെ ടോപ്പിക്കിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജ്ഞാനവും നീതി. എന്താണ് ഇവിടുത്തെ ദൈവനീതി? പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാണ്. കരുണ എന്നത്, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ബലിയല്ല എന്ന ആ വേദവാക്യം പഴയ നിയമത്തിൽ ഹോശേയ 6 അതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി ഒന്നുകൂടി പഠിക്കുവിൻ. കാരണം അവർക്കതൊക്കെ അറിയാം, വചനമൊക്കെ അറിയാം, പക്ഷേ അത് പ്രാക്ടീസ് ആക്കാൻ പറ്റുന്നില്ല. എന്തിനാ ഇപ്പം അങ്ങോട്ട് പോയത്? എന്തിനാ ഇപ്പം നമ്മൾ മത്തായിയിലേക്ക് പോയേ? കുപ്പർട്ടീനോൻ്റെ കാര്യം പറഞ്ഞു. കുപ്പർട്ടീനോ, താങ്ക് യു. അപ്പം ഒരു കഴിവുമില്ലാത്ത, എല്ലാവരും തിരസ്കരിച്ച മത്തായിയെ, പാപിയായിട്ട് കണക്കാക്കി തിരസ്കരിച്ച മത്തായിനെ കർത്താവ് എന്ത് കണ്ടു? അവനിൽ കർത്താവ് എന്തായിട്ട് കണ്ടു? അവനെ ഒരു അപ്പസ്തോലനായിട്ട്. പ്രൈസ് ദ ലോർഡ്. സഭയുടെ നെടുംതൂണാണ് അപ്പസ്തോലന്മാർ. 12 അപ്പസ്തോലന്മാരേ ഉള്ളൂ. അതിലൊരാളായിട്ടും 4 സുവിശേഷകരിൽ ഒരാളായിട്ടും മത്തായിനെ കർത്താവ് കണ്ടു. പരിശുദ്ധ പിതാവ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ഇത് പറയാറുണ്ട്. മത്തായിയുടെ പഴയ കാര്യങ്ങൾ വല്ലതും നോക്കിയോ? ഇപ്പോൾ പഴയ കാര്യങ്ങൾ നമ്മൾ ഓർക്കാറുണ്ടെന്ന് പറയാറില്ലേ? അമ്മച്ചി, ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ ഒരുപാട് പാപം ചെയ്തു. പഴയ കാര്യം കർത്താവ് നോക്കണില്ല. നമ്മളെന്തിനാ നോക്കണേ? ഇത് ജ്ഞാനമാണിത്. നമ്മളിപ്പോഴും പഴയ കെട്ട്. ഇപ്പം ചിലവർ പറയാണ്, എൻ്റെ ബ്രദറെ, ഞാനൊരു വലിയ പാപം ചെയ്ത് ചെറുപ്പത്തിൽ എല്ലാ കുമ്പസാരത്തിലും ഞാൻ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അതിൽ എല്ലാ കുമ്പസാരത്തിലും പറയണേ ഇല്ലേ? എല്ലാ കുമ്പസാരത്തിലും ഞാൻ പറഞ്ഞു കുമ്പസാരിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് എല്ലാ കുമ്പസാരത്തിലും പറഞ്ഞു കുമ്പസാരിക്കണേ? അതിൻ്റെ അർത്ഥം ഇപ്പോഴും ദൈവം ക്ഷമിച്ചിട്ടില്ല എന്ന് വിചാരിക്കണുണ്ടല്ലേ? അതിൻ്റെ അർത്ഥം ദൈവത്തിൽ വിശ്വാസമില്ലായിട്ടുണ്ടല്ലേ? അതാണ് വാസ്തവം. അല്ല, എല്ലാ കുമ്പസാരത്തിലും ഞാൻ പറഞ്ഞു കുമ്പസാരിക്കാറുണ്ട്.
ഞാൻ പറഞ്ഞു അത് ഭയങ്കര തെറ്റാണ് നിങ്ങൾ ഈ പറയണത്. എല്ലാ കുമ്പസാരത്തിലും പറഞ്ഞ് കുമ്പസാരിക്കുന്ന പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരുണയിൽ നിങ്ങൾ യഥാർത്ഥമായി വിശ്വസിക്കുന്നില്ല. അത് ഒരു പ്രാവശ്യം നിങ്ങൾ പശ്ചാത്തപിച്ചു, കുമ്പസാരിച്ചു, കർത്താവ് അത് ക്ഷമിച്ചു. ഇനി ആ കെട്ട് കർത്താവ് ക്യാൻസലാക്കി. കർത്താവ് അത് ഓർക്കുന്നേ ഇല്ല. പറഞ്ഞില്ലേ, പോപ്പ് തമാശക്ക് പറഞ്ഞില്ലേ, ഇദ്ദേഹത്തിന് ഓർമ്മയില്ലേ? ഓർമ്മയില്ല കർത്താവിന്. എന്തോർമ്മയില്ല? നമ്മുടെ പാപങ്ങൾ കർത്താവ് ഓർത്തിരിക്കലല്ല പണി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഒരാളെ കാണുമ്പോൾ ആദ്യം ഓർക്കണം എന്താ? അവൻ ചെയ്ത നല്ല കാര്യങ്ങൾ വല്ലതാണോ? നമ്മൾ അമ്മായിയമ്മ മരുമകളുടെ കാര്യം പറയണ്ട. അപ്പോൾ ഈ മത്തായിയുടെ പഴയ കാര്യങ്ങളൊന്നും, അപ്പം എന്നിട്ട് പോപ്പ് പറഞ്ഞതാണ്, ദൈവം കർത്താവ് ഈശോ മിശിഹാ പഴയ കാര്യം എല്ലാം തൻ്റെ മേലെടുത്തുകൊണ്ട് നമ്മളെ പുതിയ ഒരാളാക്കി വിടുകയാണ് ചെയ്യണത്. പുതിയ ഒരാളാക്കി. ഓക്കെ. അപ്പോൾ കുപ്പർട്ടീനോ, ഞാൻ ഈ ജ്ഞാനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. കുപ്പർട്ടീനോയ്ക്ക് യാതൊരു ജ്ഞാനമില്ല എന്ന് അവസ്ഥയിലാണ് കുപ്പർട്ടീനോന് ദൈവം ജ്ഞാനത്തിൻ്റെ ഏറ്റവും വലിയ അവസ്ഥ കൊടുക്കണത്. അപ്പോൾ ഈ തൊഴുത്തിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് പ്രധാന പുരോഹിതൻ അഥവാ മേജർ സുപ്പീരിയർ ഹൗസ് വിസിറ്റിന് വന്നപ്പോൾ ഈ അച്ഛന്മാരെല്ലാവരും പറഞ്ഞു, ഈ കുപ്പർട്ടീനോനെ കണ്ട പിതാവ് എന്ത് പറയുമോ, അതുകൊണ്ട് നമുക്ക് തൊഴുത്ത് കാണിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സുപ്പീരിയറുടെ ചട്ടപ്രകാരം എല്ലാം കാണണം. ആ വിസിറ്റിന് വന്നു കഴിഞ്ഞാൽ എല്ലാം കാണണം. തൊഴുത്ത് കോവേന്തയിലെ ഒരു പ്രധാന ഘടകമാണ്. ഇല്ല, തൊഴുത്ത് കാണണം, എൻ്റെ ഡ്യൂട്ടി ഞാൻ കംപ്ലീറ്റ് ആക്കണ്ടേ, അതുകൊണ്ട് ഞാൻ തൊഴുത്ത് കാണണം എന്ന് പറഞ്ഞ്. അപ്പോൾ ബാക്കിയുള്ള അച്ഛന്മാർക്കാകെ പരിങ്ങല. ഇത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ കുപ്പർട്ടീനോനെ കാണുമല്ലോ, അവനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവനെങ്ങനെ. അപ്പോൾ എന്തായാലും ഇദ്ദേഹം അങ്ങനെ തൊഴുത്തിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ഇവരൊക്കെ ആകെ പ്രയാസപ്പെട്ടിരിക്കുകയാണ്. അവനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവനൊന്നും കാണാനില്ല, അവിടെ ആളുണ്ടെന്നുള്ള ഒരു ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വൈക്കോലിൻ്റെ അകത്തുനിന്ന് ഒരു കൈ ഇങ്ങനെ പുറത്തേക്കുണ്ട്. അപ്പോഴാകെ പറ്റിച്ചല്ല. അപ്പോൾ ആരാണത്? അപ്പോൾ സുപ്പീരിയർ അച്ഛൻ, ഇതെന്താണ് ഒരു കൈ അവിടെ പുറത്ത്? അതിവിടെ ഒരു മന്ദബുദ്ധിമാരി ഒരാൾ ഇവിടെ ഉണ്ട്, ചാണം വാരാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരാളെ വെച്ചിട്ടുണ്ട്. അവനാണ് കുപ്പർട്ടീനോ ജോസഫ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവനിങ്ങനെ വിറച്ചെഴുന്നേറ്റ് വന്നു. അപ്പോൾ നീ എന്താ ഇവിടെ ചെയ്യണേ? ഒരച്ഛൻ ഇത്തിരി ദേഷ്യപ്പെട്ട് അവനോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ വീണ്ടും ഈ വൈക്കോലിൻ്റെ അകത്ത് പോയിട്ട് അവിടെ നിന്ന് 2 നല്ല വെള്ള കുഞ്ഞാടുകളെ ഇപ്പോൾ പ്രസവിച്ച് വീണുള്ളൂ. എന്നിട്ട് പറയാൻ, ഞാൻ ഈ കുഞ്ഞാടിന് ചൂട് കൊടുക്കായിരുന്നു, ഇപ്പോൾ പ്രസവിച്ച് വീണുള്ളൂ, അതുകൊണ്ട് അവർക്ക് ഇത്തിരി ചൂട് കൊടുക്കായിരുന്നു. മറ്റവർക്ക് ഇത്തിരി അത്ര ഇഷ്ടമായില്ല വൈക്കോലിൻ്റെ അകത്ത് കിടന്ന് ചൂട് കൊടുക്കണം. പക്ഷേ ഈ സുപ്പീരിയർ അച്ഛന് ഭയങ്കര ഇഷ്ടമായി. സുപ്പീരിയർ അച്ഛൻ പറയാണ്, ഇവനാണ് യഥാർത്ഥ ഫ്രാൻസിസ്കൻ. ഇത് ഫ്രാൻസിസിൻ്റെ കാരിസം എന്താ, അല്ലെങ്കിൽ ഫ്രാൻസിസിൻ്റെ സ്നേഹം എന്താ? സകല ജീവികളോടും ചെന്നായിനോട് വരെയും ഫ്രാൻസിസിന് സ്നേഹമാണ്. ഇവനാണ് യഥാർത്ഥ ഫ്രാൻസിസ്കൻ. കുപ്പർട്ടീനോൻ്റെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തലം ആരംഭിക്കുകയായി. അന്ന് രാത്രി അപ്പോൾ ഇവൻ തൊഴുത്ത് നോക്കണ ആളായതിൻ്റെ പേരിൽ കോവേന്തയുടെ അകത്തൊന്നും പ്രവേശനമില്ല, പുറത്തിരുന്ന് തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാത്രി. അപ്പോൾ ഈ സുപ്പീരിയർ അച്ഛൻ രാത്രി ഒന്ന് നടക്കാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവനെ കണ്ടപ്പോൾ പുള്ളിയും അടുത്ത് വന്നിരുന്നു. ആ തുണി തന്നെ, ആ തുണിയുണ്ട്. വേറെ ഉണ്ടോ? ഒരു നാടകം കാണിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട്. അപ്പോൾ ഈ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഈ സുപ്പീരിയർ അച്ഛൻ പറഞ്ഞു, അത് മതി. സുപ്പീരിയർ അച്ഛൻ പറഞ്ഞു കേട്ടോ, പുള്ളി പറഞ്ഞു, ഞാൻ രാവിലെ മുതൽ അവിടെ ഒരച്ഛൻ ത്രിത്വത്തെക്കുറിച്ച് ഉള്ള ക്ലാസ് എടുക്കുകയായിരുന്നു, ട്രിനിറ്റിനെ കുറിച്ച് ക്ലാസ് എടുക്കുകയായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഇയാളുടെ തോളിലെടുക്കണം, ഇങ്ങനെ
തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഷോൾ ഇട്ടിട്ട് കുപ്പർട്ടീനോ. അപ്പോൾ സുപ്പീരിയർ അച്ഛൻ അവിടെ ഇരിക്കണു. സുപ്പീരിയർ അച്ഛൻ പറഞ്ഞു, ഇന്ന് അവിടെ ഒരു ഡോക്ടർ ഡബിൾ ഡോക്ടറേറ്റുള്ള അദ്ദേഹത്തിൻ്റെ തീത്വത്തെക്കുറിച്ചുള്ള പ്രസൻറ്റേഷൻ ആയിരുന്നു. ഞാനിരുന്നിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല, ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അതൊക്കെ കാണിക്കുന്നുണ്ട്. ഓ, ത്രിത്വത്തെക്കുറിച്ചോ മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കാൻ എന്താ ഉള്ളത്? ത്രിത്വം എന്ന് പറഞ്ഞാൽ ഈ കുപ്പർട്ടീനോ മരമണ്ടനാണെന്ന് ഇട്ടേക്കണ കുപ്പർട്ടീനോ പറയണം. ത്രിത്വം എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിൽ 3 ആളുകൾ. ഇത് പിതാവ്, ഇത് പുത്രൻ, ഇത് പരിശുദ്ധാത്മാവ്. ഈ സുപ്പീരിയർ ഇടവേ, നീ ഇത് എളുപ്പം മനസ്സിലാക്കി തന്നല്ലോ. പറഞ്ഞ മനസ്സിലായോ? ഈ ഒരു തൂവാലെടുത്തിട്ട് പറഞ്ഞാണ് ത്രിത്വം എന്ന് പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഒരു ദൈവത്തിൽ 3 ആളുകൾ. ഈ സുപ്പീരിയർ അച്ഛന് ഭയങ്കര മതിപ്പായി. ഒറ്റ മിനിറ്റ് കൊണ്ട് ആ ഡബിൾ ഡോക്ടറേറ്റുള്ള ആൾ ത്രിത്വത്തെക്കുറിച്ച് എന്ത് മനസ്സിലാക്കിയോ അതിനേക്കാൾ കൂടുതൽ ഈ മരമണ്ടനാണെന്ന് എല്ലാവരും തള്ളിയിട്ടിരിക്കണ ഈ തൊഴുത്തിൽ ചാണകം മാറുന്ന പുല്ല് തകർന്ന് കുപ്പർട്ടീനോ ഒറ്റ മിനിറ്റ് കൊണ്ട് കാര്യം അവതരിപ്പിച്ചു. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി. പോകാൻ നേരത്ത് മേജർ സുപ്പീരിയർ ലോക്കൽ സുപ്പീരിയറോട് പറയാണ്, ഈ കുപ്പർട്ടീനോനെ അച്ഛനാക്കണം. ഇവനെ അച്ഛനാക്കണമെന്നോ? ഇവൻ മരമണ്ടൻ, ഇവൻ ആരാ അച്ഛനാക്കണം? തൊഴുത്തിൽ ചാണകം മാറി നടക്കണം, ഇവനെ അച്ഛനാക്കണമെന്നോ? അത് നടക്കണ കാര്യമല്ല. അവനെതിൽ പഠിക്കട്ടെ. അപ്പം നമ്മളും അച്ഛനാവണമെന്നുണ്ടെങ്കിൽ നിസ്സാര കാര്യമാണോ? എന്തോരം പഠിക്കണം. അത് കഴിഞ്ഞപ്പോൾ മേജർ സുപ്പീരിയർ തൻ്റെ അധികാര പറഞ്ഞു, ഇറ്റ് ഈസ് എൻ ഓർഡർ, പ്ലീസ് ഡു ഇറ്റ്. പിന്നെ ഒന്നും പറയാനില്ല, അത് എൻ്റെ ഓർഡറാണ്, യു ജസ്റ്റ് ഒബേ ഇറ്റ്. അതോടെ ലോക്കൽ സുപ്പീരിയറും റെക്ടറും ഡീനും എല്ലാം പ്രശ്നത്തിലായി. ഇനിയിപ്പോൾ ഇവനെ പഠിപ്പിച്ച് അച്ഛനാക്കണം. അപ്പോൾ ഈ മേജർ സുപ്പീരിയർ ഇയാളെ കണ്ട സമയത്ത് ഈ 2 കുഞ്ഞാടിനെ എടുത്തപ്പോൾ സുപ്പീരിയർ അച്ഛൻ്റെ വായെന്നൊരു വചനം വന്നു. അത് ലൂക്ക 15 ആദ്യ ഭാഗമാണ്. അതിനകത്ത് ഈശോ പറഞ്ഞില്ലേ, ഒരാൾക്ക് 100 ആടുകളുണ്ടായിരിക്കെ ഒരാട് നഷ്ടപ്പെട്ടപ്പോൾ 99 നല്ല ആടുകളെയും ഉപേക്ഷിച്ച് നഷ്ടപ്പെട്ട ആടിൻ്റെ പുറകെ പോയി എന്നുള്ളത് ലൂക്ക് 15. ഇത് അവൻ്റെ അകത്തങ്ങ് കയറിയിട്ട് ആരെവിടെ വചനം പറയണമെന്ന് പറഞ്ഞാലും യോഹന്നാൻ്റെ സുവിശേഷം പറയാൻ പറഞ്ഞാലും ആൾ പറയും, ഒരുവന് 100 ആടുകളുണ്ടായിരിക്കും, അതിനകത്തൊന്ന് നഷ്ടപ്പെട്ടിട്ട് 99 അവനോട് ഇത് പറയുള്ളൂ. അപ്പോൾ ഇവരെ പഠിപ്പിക്കാനായിട്ട് ഡീനും പ്രൊഫസർമാരെല്ലാം വന്ന് കുറേ പുസ്തകങ്ങളൊക്കെ വെച്ച് പഠിപ്പിച്ചു. എന്ത് പഠിപ്പിച്ചാലും ആൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരുവന് 100 ആടുകളുണ്ടായിരിക്കും, അതിനകത്തൊന്ന് നഷ്ടപ്പെട്ടപ്പോൾ 99 മരുഭൂമിയിലിട്ടിട്ട് അവൻ നഷ്ടപ്പെട്ട ഒന്നിൻ്റെ പുറകെ പോയി. ഇത് അറിഞ്ഞുള്ളൂ. ലൂക്ക് 15 ആ അധ്യായം മുഴുവൻ അറിയാം ആൾക്ക്. പലതും പഠിപ്പിച്ചു. അവസാനം സബ് ഡീക്കനേറ്റിൻ്റെ സെലക്ഷൻ വന്നിരിക്കുകയാണ്. ബിഷപ്പും മറ്റുള്ള പ്രൊഫസർമാരുടെയും എക്സാമിനേഷനാണ്. അത് കഴിഞ്ഞ് പാസ്സായാലേ തുടർന്ന് തിയോളജിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അതിന് ഇവനൊരു കഴുതപ്പുറത്തിങ്ങനെ പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാളൊരു ആപ്പിളൊക്കെ മുറിച്ച് കടിച്ച് പഠിച്ചുകൊണ്ടാണ് അവിടെയൊക്കെ ചെല്ലണത്. മറ്റുള്ളവരൊക്കെ പുസ്തകം എടുത്ത് നോക്കിയിട്ട് അത് വന്നാൽ ഇത് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം പറയും. നമ്മൾ 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ അവസാനത്തെ മിനുക്ക് പണിക്കെന്ന് പറഞ്ഞ മാതിരി പല പുസ്തകങ്ങളൊക്കെ നോക്കി അവിടെ നിന്ന് ചോദ്യം വരാം, ഇവിടെ നിന്ന് ചോദ്യം വരാം, എന്ത് ചോദിച്ചാലും ഉത്തരം പറയാൻ വേണ്ടി തയ്യാറാകാൻ വേണ്ടി വരാൻ്റെലൊക്കെ പലരും ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇവരിതൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ആപ്പിളും കടിച്ചങ്ങനെ നടക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടെ നിന്ന് വിളി വരുന്നു, ജോസഫ് കുപ്പർട്ടീനോ. ഉടനെ ആളിതൊക്കെ വിട്ടുകൊണ്ട് ഓടി അകത്തേക്ക് ചെന്ന് അവിടെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ അവിടെ ഒരാൾ പറഞ്ഞു, ബി കെയർഫുൾ, ഞങ്ങൾ ചോദിക്കാൻ പോകുന്നത് ബൈബിളിലെ ഒരധ്യായം
റിസൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എവിടെ നിന്ന് ചോദിച്ചാലും നീ ഉത്തരം പറഞ്ഞോളണം, അത് മുഴുവനും പറഞ്ഞാൽ പാസ്സാകുള്ളൂ. ശരി സാറേ പറയും. ആകെ ടെൻഷൻ അടിക്കാൻ എവിടെ നിന്നാണ് ചോദിക്കാൻ പോണേ. ഒരധ്യായം മുഴുവനും കാണാപ്പാഠം പറയണം, എന്ത് ചോദിക്കാവൂ. എന്നിട്ട് ചോദ്യം റെഡി? യെസ് റെഡി. ലൂക്ക് ചാപ്റ്റർ 15. ആൾക്ക് വിശ്വസിക്കാം. യെസ് ലൂക്ക് 15. ഒരു 100 ആടുകളുണ്ടായിരിക്കും, അതിനകത്തൊന്ന് നഷ്ടപ്പെട്ടപ്പോൾ 99 ആടിനെയും ഇത് നിർത്താൻ പറ്റില്ല ആൾക്ക്. ലൂക്ക് 15 കണ്ടിന്യൂസ് പറയാൻ തുടങ്ങി. ഓട്ടോമാറ്റിക്കലി ആൾ പാസ്സായി ഇല്ലേ? അവർ പറഞ്ഞു വെരി ഗുഡ്, വെൽ ഡൺ, പാസ്റ്റ്. ഇവിടെ കൊവേന്തയിൽ മടങ്ങി വന്നിട്ട് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. അവർ മടങ്ങി വരാണ്ട് കഴിഞ്ഞപ്പോൾ നീ പഠിക്കൊന്നും വേണ്ട, ഇപ്പം തോറ്റാലും നമുക്ക് പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും. ഇല്ല ഞാൻ ജയിച്ചു. നീ അങ്ങനെ ജയിച്ചു? അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല ജയിച്ചു പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ജയിച്ച് കടലാസ് വന്നു. ഇനിയിപ്പോൾ അച്ഛന്മാർക്ക് കൂടുതൽ തലവേദന, ഇനി ഇവനെ തിയോളജി പഠിപ്പിക്കണം. എങ്ങനെ പഠിപ്പിക്കും ഇവനെ? അങ്ങനെ ഒരു കണക്കിന് കുറേയൊക്കെ പഠിപ്പിച്ചു, തിയോളജി പഠിച്ചു. ഇനി ഫൈനൽ ടെസ്റ്റാണ്, അച്ഛനാവണോ വേണ്ടെന്നുള്ളതിൻ്റെ ഫൈനൽ ടെസ്റ്റ് നിശ്ചയിക്കണം. ഇതിൽ ആർച്ച് ബിഷപ്പാണ് അവിടെ വരാൻ പോണത്. ആർച്ച് ബിഷപ്പും വേറെ പ്രൊഫസർമാരെല്ലാം വരും. അവിടെയും എല്ലാവരും ടെൻഷൻ അടിച്ചിങ്ങനെ നടക്കുകയാണ്. ഡീക്കന്മാരെല്ലാവരും സെലക്ഷൻ ഫെയിലായ ഇത്രയും നാളും പഠിച്ചത് ഇനി വീണ്ടും പഠിക്കണൊക്കെ. അപ്പോൾ പള്ളിയുടെ അകത്തങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും വളരെ പ്രതീക്ഷയിലും ആകാംക്ഷയിലും അപ്പോൾ പലരും പറയുന്നുണ്ട് ഈ ആർച്ച് ബിഷപ്പ് വളരെ സ്ട്രിക്റ്റാണ്, ആൾ ഭയങ്കര തിയോളജിയനാണ് എന്നൊക്കെ പറഞ്ഞ് പലരും കുശലം പറയുന്നുണ്ട്. അതുകൊണ്ട് വളരെ അത് തന്നെയാണ് എനിക്കും ഭയങ്കര പേടിയാണിത്, എങ്ങനെ പാസ്സാവും, അദ്ദേഹം എന്തൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഈ ആർച്ച് ബിഷപ്പ് മറ്റുള്ള ബിഷപ്പ്മാരുടെ സംഘത്തോടെ വന്നു കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ എന്താ, ഈ ഇദ്ദേഹമാണ് അന്ന് ആ തൊഴുത്തിൽ കണ്ടത്. അദ്ദേഹം ഇപ്പോൾ ആരായിരിക്കണം? ആർച്ച് ബിഷപ്പായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങേരെ നേരിട്ട് വന്നപ്പോൾ തന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഇദ്ദേഹത്തിന് ഞാൻ എവിടെയോ കണ്ടിട്ടില്ലല്ലോ. ഇയാൾ നേരിട്ട് വന്നപ്പോൾ ജോസഫ് കുപ്പട്ടിനോൻ്റെ അടുത്ത് വന്നപ്പോൾ യു ആർ that Cupertino. I remember that Trinity explanation. Very good. You are past. He is past. അപ്പം അന്നാണ് ഒരു അത്ഭുതം നടന്നത്. അന്ന് ഈ അച്ഛന്മാരുടെ സെലക്ഷന് പോകാൻ നേരത്ത് മാതാവിൻ്റെ ഒരു മഡോണ ഉണ്ട്, അവിടെ പോയ ആളിന്നും പ്രാർത്ഥിക്കും. അങ്ങനെ മാതാവിൻ്റെ ആ മഡോണയുടെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാളിങ്ങനെ പൊങ്ങി പോന്നു. കുറേ കഴിഞ്ഞ് നോക്കിയപ്പോൾ ആൾ മുകളിൽ നിൽക്കണം. ഒന്നും മനസ്സിലായില്ല. പെട്ടെന്ന് ചാടി വീണ്ടും ഉരുണ്ട് ഓടിപ്പോയി. അത് കഴിഞ്ഞ് ഈ പ്രീസ്റ്റ് സെലക്ഷൻ കഴിഞ്ഞ് വന്നിട്ട് മാതാവിൻ്റെ അടുത്ത് വീണ്ടും വന്നിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആളിങ്ങനെ പൊങ്ങിപ്പോണു. അപ്പോൾ ഇതൊരാൾ കണ്ടു, ഈ പൊങ്ങി നിൽക്കണത്. അതോടെ അവിടെ ന്യൂസ് പരത്തും. അത് കഴിഞ്ഞ് ആദ്യ കുർബാന അർപ്പണ സമയത്ത് ഈ ബലിവേദിയിൽ ഈശോനെ അർപ്പിക്കാനിങ്ങനെ ഉയർത്തുമ്പോൾ ഇയാളിങ്ങനെ പൊങ്ങി അങ്ങ് പോകണം. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ അടുത്ത് ഒന്നും അറിയാൻ പാടില്ലാത്ത ആൾക്കാരെ കർത്താവ് അയക്കും. നമ്മൾ വിചാരിക്കും ഇവനെ കൊണ്ടൊക്കെ എന്ത് പ്രയോജനം. ഒട്ടനെ അപ്പം ഈ കുപ്പർട്ടീനോനെയാണ് എൻ്റെ ഓർമ്മ വരിക. ഞാൻ അവന് ഭയങ്കരമായിട്ട് സ്വീകരിക്കും. കാരണം നമ്മുടെ നോട്ടത്തിൽ ഇവൻ ഒന്നും അറിയാത്തവനായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ നോട്ടത്തിൽ അങ്ങനെയുള്ളവരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. അവർക്ക് അതാണ് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. അവരുടെ അകത്ത് ഒന്നുമില്ലാത്ത അവസ്ഥയിലല്ലേ ദൈവത്തിന് ഉള്ളതെല്ലാം കൊടുക്കാൻ പറ്റുക. അതുകൊണ്ടാണ് ഈ മുക്കുവന്മാരെയും ഒന്നും അറിയാൻ പാടില്ലാത്ത ആ നാട്ടിൽ എന്തോരം വേദപാരംഗതന്മാരുണ്ടായിരുന്നു. നിക്കോദേസ് മാതിരിയുള്ള
ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ ആധികാരിക പ്രബോധകരുണ്ടായിരുന്നിട്ട് അവരാരെങ്കിലും ഈശോ മിശിഹ തിരഞ്ഞെടുത്തോ? ഒന്നും അറിയാത്ത മുക്കുവന്മാരെ തിരഞ്ഞെടുത്തു. അവർക്ക് ദൈവിക ജ്ഞാനം കൊടുത്തു, പുതിയ ജ്ഞാനം കൊടുത്തു. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി അവനിലാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നൊന്ന് സ്തുതിച്ച് ആ ജ്ഞാനത്തിന് വേണ്ടി ഈ കുപ്പർട്ടീനോയെ പോലെ ഒന്നും അറിയാത്തവരാണെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ ജ്ഞാനസ്നാനത്തിലൂടെ നമ്മളിലുള്ളത് തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവജലത്തിൻ്റെ അരുവി പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ. ദാഹിക്കുക 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 ദാഹിക്കുക. ജ്ഞാനത്തിന് വേണ്ടി ദാഹിക്കുക. ജീവജലത്തിൻ്റെ ഉറവ നമ്മളിൽ പൊട്ടട്ടെ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയാ എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ.
കർത്താവേ ജ്ഞാനം നൽകണമേ. ജ്ഞാനം 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 ജ്ഞാനം. Thank you Jesus, thank you Lord, thank you Lord, thank you Lord, thank you Lord, thank you Lord. ദാഹിക്കുക, ജ്ഞാനത്തിന് വേണ്ടി ദാഹിക്കുക. പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവിക ജ്ഞാനം നൽകുന്നു. പരിശുദ്ധാത്മാവ് ദൈവിക ജ്ഞാനം നൽകുന്നു. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ നമ്മിലാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത്. നമ്മിൽ ആ നിധികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കർത്താവ് ഈശോ മിശിഹ തന്നെയാണ് ആ നിധി, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി. ദൈവമേ, എന്നിൽ വസിക്കുന്ന ജ്ഞാനമേ, എന്നിൽ തുറക്കണമേ, എന്നിൽ തുറക്കണമേ. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാനിതിനു വേണ്ടി അധികം പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. ദൈവമേ, എന്നിൽ തുറക്കണമേ. ഇനി മുതൽ എല്ലാ പ്രഭാതത്തിലും പ്രത്യേകിച്ച് ദൈവമേ, ഞാൻ ദാഹിക്കുന്നു. ഇതെന്നിൽ നിറഞ്ഞാൽ അതെന്നിലൂടെ എൻ്റെ മക്കളിലേക്കും എൻ്റെ കുഞ്ഞുമക്കളിലേക്കും നിറയും എന്നത് ഒരു വലിയ സത്യമാണത്. ഞാനത് വിശ്വസിക്കുന്നു. ഈശോയെ, ഞാൻ വിശ്വസിക്കുന്നു. ദാഹിക്കുക. പ്രൈസ് ദ ലോർഡ്. നമ്മളിപ്പോൾ ഒരു ചെറിയ ഇടവേള, ഒരു 5 മിനിറ്റ്സ് ഒന്ന് പുറത്ത് പോയിട്ട്